അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മഹല്ലയിൽ ബൈഅനെ കുറിച്ച്, കച്ചവടത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബൈഅന് പ്രധാനമായും 3 റുക്നുകളാണ്, 3 ഷർത്തുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. 1 ആഖിദ്, 2 മഅഖൂദ് അലൈഹി, 3 സീഗ. ഈ സീഗ എന്നുള്ളത് തന്നെ 2 രീതിയിലുണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു. 1 ബാഇഅ ആയിട്ടുള്ള വ്യക്തി ഉപയോഗിക്കേണ്ട ഈജാബിൻ്റെ സീഗകളും, 2 മുഷ്തരി ആയിട്ടുള്ള വ്യക്തി ഉപയോഗിക്കേണ്ട ഖബൂലിൻ്റെ സീഗകളും. ആ സീഗകൾക്കും അല്പം ചില ഉദാഹരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ബിഅ്തുക, മല്ലക്തുക പോലത്തെ പദങ്ങളാണ് ഈജാബിൻ്റേതും എന്നുള്ളതുപോലെ ഖബിൽതു, ഇഷ്തറൈതു പോലത്തെ പദങ്ങളാണ് ഖബൂലിൻ്റെ സീഗകൾ. ഏതായാലും കഴിഞ്ഞ ദിവസം അവസാനത്തിൽ നമ്മൾ പഠിച്ചു സുമ്മ മാ സ്വരീഹുൻ എന്ന്, അല്ലേ? അതായത് ഇതുവരെ പറയപ്പെട്ടിട്ടുള്ള എല്ലാ പദങ്ങളും ബൈഅന്റെ വിഷയത്തിൽ സ്വരീഹ് ആയിട്ടുള്ള, വ്യക്തമായിട്ടുള്ള പദമാണ്. അതായത് ഒരാൾ ബിഅ്തുക എന്നും മറ്റൊരാൾ ഇഷ്തറൈതു എന്നും പറഞ്ഞാൽ അതോടുകൂടെ അവിടെ ബൈഅ ആകാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് സ്വരീഹ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് കിനായത്ത് എന്നുള്ള പദം. കിനായത്ത് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിച്ചാൽ അത് ബൈഅ ആകാനും ബൈഅ അല്ലാത്ത മറ്റൊരു വസ്തുവാകാനുമുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പദങ്ങളെക്കുറിച്ചാണ് നമ്മൾ കിനായത്തായിട്ടുള്ള പദങ്ങൾ എന്ന് പറയാം. അപ്പോൾ കിനായത്തായ പദം കൊണ്ടാണ് ഒരാൾ ബൈഅ നടത്തുന്നത് എങ്കിൽ അത് ശരിയാകണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഇങ്ങനെ പദം ഉപയോഗിച്ചതുകൊണ്ട് എൻ്റെ ഉദ്ദേശ്യം ബൈഅ തന്നെയാണ് എന്നുള്ള ഒരു നിയ്യത്ത് ആ ആഖിദിനുണ്ടായിരിക്കണം, ഇടപാടുകാരനുണ്ടായിരിക്കണം. ഒന്ന് നോക്കുക, വയൻഅഖിദു ബിൽ കിനായത്തി. കിനായത്തായിട്ടുള്ള പദം കൊണ്ടും ബൈഅ സംഭവിക്കുന്നതാണ്. കിനായത്ത് എന്ന് പറഞ്ഞാൽ വഹിയ മാ യഹ്തമിലുൽ ബൈഅ വഗൈറഹു. ബൈഅനും അതല്ലാത്തതിനും സാധ്യമായിട്ടുള്ള പദങ്ങൾക്കാണ് നമ്മൾ കിനായത്ത് എന്ന് പറയുന്നത്. അപ്പോൾ കിനായത്ത് കൊണ്ട് ഒരു ബൈഅ ഇൻഇഖാദാകണമെങ്കിൽ അതിനെന്ത് വേണം? ബി അൻ യൻമിയഹു. ഓക്കെ, ആ കിനായത്തായിട്ടുള്ള പദം ഉച്ചരിക്കുന്ന ആഖിദ് ബൈഅനെ തന്നെ ഉദ്ദേശിക്കണം എന്നർത്ഥം. അങ്ങനെ ഉദ്ദേശിച്ചാൽ മാത്രമേ അത് ബൈഅ ആയിത്തീരുകയുള്ളൂ. സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എഴുത്ത് എന്നുള്ളത് കിതാബത്ത് എന്നുള്ളതും കിനായത്തായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരാൾ ബിഅ്തുക എന്ന് എഴുതി വെച്ചാൽ അത് ബൈഅ ആയിത്തീരണമെങ്കിൽ അവന് ബൈഅന് തന്നെയാണ് ഞാനിത് എഴുതി വെച്ചത് എന്നുള്ള നിയ്യത്തുണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് ഒരാൾ മറ്റൊരാൾക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് ബിഅ്തുക എന്ന് പറഞ്ഞാലും എന്നുകൂടി നമ്മളിവിടെ മനസ്സിലാക്കുക. ഇനി കിനായത്തിൻ്റെ അല്പം ചില സീഗകളാണ്, കിനായത്തിൻ്റെ ചില പദങ്ങളാണ് ഇനി പറയുന്നത്. കജഅൽതുഹു ലക ബികദ. ഇന്നാലിന്ന പണത്തിന് പകരമായിട്ട് ഈ വസ്തുവിനെ ഞാൻ നിനക്ക് ആക്കി തന്നു. ഔ ഖുദ്ഹു ബികദ, അല്ലെങ്കിൽ ഈ വസ്തുവിന് പകരമായിട്ട് നീ ഇത് എടുത്തോ എന്ന് പറയാണ്. നാവിയൻ അൽ ബൈഅ, ബൈഅനെ ഉദ്ദേശിച്ചുകൊണ്ട്. അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ഇത്തരത്തിലുള്ള കിനായത്തായിട്ടുള്ള പദം ഉപയോഗിച്ചാൽ അവിടെ ബൈഅ സംഭവിക്കുന്നതാണ്. ഫിൽ അസഹി, അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം. ഹുവ റാജിഉൻ ഇലൽ ഇൻഇഖാദി, ഈ അസഹ എന്നുള്ളത് ഇൻഇഖാദിലേക്ക് മടങ്ങുന്നതാണ്. അപ്പോൾ ഇത് സംഭവിക്കും എന്നുള്ളത് അസഹായിട്ടുള്ള അഭിപ്രായമാണ് എന്നർത്ഥം. എന്നാൽ വസാനി, അസഹിൻ്റെ സാനി പറയുന്നത് ലാ യൻഅഖിദു ബിഹാ, ഈ കിനായത്ത് കൊണ്ടൊരിക്കലും ബൈഅ ഉണ്ടായിത്തീരുന്നില്ല. കാരണം ലിഅന്നൽ മുഖാത്തബ ലാ യദ്രി അഖൂതിബ ബിബൈഇൻ അം ബിഗൈരിഹി. ഓക്കെ, അതായത് ബൈഅ ഇത്തരത്തിലുള്ള ജഅൽതുഹു ലക ബികദ എന്ന് പറഞ്ഞു എന്ന് വെച്ച് അത് കേൾക്കുന്ന മുഖാത്തബ്, ഇവിടെ ഉള്ള മുഷ്തരി അല്ലെങ്കിൽ അഭിസംബോധകൻ എന്നർത്ഥം. ഈ അഭിസംബോധകന് എന്തറിയില്ലല്ലോ? ലാ യദ്രി അഖൂതിബ ബിബൈഇൻ അം ബിഗൈരിഹി, അവന് ബൈഅ കൊണ്ടാണോ സംബോധന ചെയ്യപ്പെട്ടത് അതല്ലാത്തതാണോ എന്ന് ഈ മുഷ്തരിക്കറിയില്ലല്ലോ. അതായത് ബൈഅ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മുഷ്തരിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ബൈഅ സംഭവിക്കുകയില്ല എന്നാണ് സാനിക്കാര് പറയുന്നത്. ഈ ഒരു പ്രശ്നത്തെ അസഹകാർ നേരിടുന്നത് വ ഉജീബ, ഇതിന് മറുപടി പറയപ്പെട്ടു. എന്തുകൊണ്ട്? ബി അന്ന ദിക്റൽ ഇവളി ലാഹിറുൻ ഫി ഇറാദത്തിൽ ബൈഅ, കാരണം ഇവിടെ ബൈഅ ആയിട്ടുള്ള വ്യക്തി ഒരു ഇവള് പറയുന്നുണ്ടല്ലോ. ബി കദ എന്നുള്ള, ഇന്നാലിന്ന പണത്തിന് പകരമായിട്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ പറയുന്നത് ലാഹിറുൻ ഫി ഇറാദത്തിൽ ബൈഅ, അത് ബൈഅ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യത്തിൽ പ്രകടമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മുഷ്തരിക്കത് പെട്ടെന്ന് തന്നെ ബൈഅ ആണ് എന്ന് മനസ്സിലാകും. നമ്മളിപ്പോൾ പറഞ്ഞ സാനി പ്രകാരം കിനായത്ത് കൊണ്ട് ബൈഅ നടക്കാതിരിക്കാനുള്ള കാരണം മുഷ്തരിക്ക്
ഈ ബായിഅന്റെ നിയ്യത്ത് എന്താണെന്ന് അറിയൂല എന്നതാണല്ലോ. എന്നാൽ ഫഇൻ തവഫറത്തിൽ ഖറാഇനു അലാ ഇറാദത്തിഹി, ആ ബൈഅ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ മേൽ സാഹചര്യ തെളിവുകൾ അധികരിക്കുകയാണ് എങ്കിൽ ഖാലൽ ഇമാമുൽ ഹറമൈനി തങ്ങൾ പറയുന്നു വജബൽ ഖത്ഉ ബിസിഹ്ഹതിഹി, ആ ബൈഅ ശരിയാണ് എന്നുള്ളത് ഉറപ്പിച്ചു പറയൽ നിർബന്ധമാണ് എന്നർത്ഥം. ഓക്കെ, അതായത് സാഹചര്യ തെളിവുകളൊക്കെ നോക്കുമ്പോൾ ഈ ബായിഅ ആയിട്ടുള്ള വ്യക്തി ഇത്തരത്തിലുള്ള കിനായത്തായിട്ടുള്ള പദം ഉപയോഗിക്കുന്നത് ബൈഅന് വേണ്ടി തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയുമെങ്കിൽ അവിടെ പിന്നെ ഈ അസഹി സാനി എന്നുള്ള വ്യത്യാസമില്ല, എന്തായാലും അവിടെ ആ ബൈഅ ശരിയാകുന്നതാണ് എന്നർത്ഥം. ഉദാഹരണത്തിന് ഒരു കച്ചവടക്കാരൻ തൻ്റെ വിൽപ്പന വസ്തുക്കൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്, ഒരാളത് വാങ്ങാൻ വേണ്ടിയിട്ടും വരികയാണ്. ഈ അവസരത്തിൽ ജഅൽതുഹു ലക ബികദ എന്ന് ബൈഅ ഉപയോഗിക്കുകയാണ് എങ്കിൽ അതെന്തായാലും ബൈഅ ആവാനുള്ള സാധ്യതയേ ഉള്ളൂ എന്നാണ് ഇമാമുൽ ഹറമൈനി തങ്ങൾ പറയുന്നത്. ഇനി അടുത്തത് വബൈഉൽ വക്കീലിൽ മശ്റൂത്തി അലൈഹിൽ ഇഷ്ഹാദു ഫീഹി ലാ യൻഅഖിദു ബിഹാ ജസ്മൻ. ഓക്കെ, ഒരാൾ മറ്റൊരാളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഈ അവസരത്തിൽ ഇയാളോട് പറയുകയും ചെയ്തു എന്ത്, നീ കച്ചവടം ചെയ്യുമ്പോൾ 2 പേരെ ആ വിഷയത്തിൽ സാക്ഷി നിർത്തണമെന്ന്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ വക്കീല് എന്തുപയോഗിച്ചാൽ, കിനായത്തായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചാൽ ശരിയാവുകയില്ല. അതാണ് വബൈഉൽ വക്കീലി, ഒരു വക്കീലിന്റെ വിൽപ്പന. എങ്ങനത്തെ വക്കീലാണ്? അൽ മശ്റൂത്തി അലൈഹിൽ ഇഷ്ഹാദു ഫീഹി, ആ ബൈഅന്റെ വിഷയത്തിൽ മറ്റ് 2 പേരെ സാക്ഷി നിർത്തണം എന്ന് നിബന്ധന വെക്കപ്പെട്ട വക്കീലിന്റെ വിൽപ്പന ലാ യൻഅഖിദു ബിഹാ ജസ്മൻ, അതൊരിക്കലും കിനായത്തായിട്ടുള്ള പദങ്ങളെ കൊണ്ട് ഉണ്ടായിത്തീരുകയില്ല. കാരണം എന്താ? ലി അന്ന ശുഹൂദ ലാ യത്വലിഊന അല നിയ്യത്തി, കാരണം സാക്ഷികൾക്ക് ഒരിക്കലും നിയ്യത്ത് അറിയില്ലല്ലോ ഈ ബൈഅന്റെ മനസ്സിൽ എന്താണുള്ളത് എന്ന്. മുഷ്തരി കിനായത്തായിട്ടുള്ള പദം ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിയ്യത്ത് എന്തായിരുന്നുവെന്നുള്ളത് സാക്ഷികൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഇത്തരം സാക്ഷി നിർത്തൽ നിബന്ധനയുണ്ട് എങ്കിൽ അവിടെ സ്വരീഹായിട്ടുള്ള പദങ്ങൾ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് എന്നർത്ഥം. ഫഇൻ തവഫറത്തിൽ ഖറാഇനു അലൈഹി, എന്നാൽ ഇവിടെയും ഈ ബൈഅന്റെ മേലിലുള്ള ഖറാഇനുകൾ, സാഹചര്യ തെളിവുകൾ അധികരിക്കുകയാണ് എങ്കിൽ ഖാലൽ ഗസാലി റഹ്മഹുല്ല പറയുന്നത് ഫല്ലാഹിറുൻ ഇഖാദുഹു, അങ്ങനെയെങ്കിൽ ഈ ഇഷ്ഹാദിന് ഷർത്ത് വെച്ചാലും, സാക്ഷി നിർത്തണമെന്ന് ഷർത്ത് വെച്ചാലും ആ ബൈഅ അവിടെ ശരിയാകും എന്നുള്ളതാണ്. ഓക്കെ, കിനായത്തായിട്ടുള്ള പദം കൊണ്ട് ശരിയാകും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് ഈ സീഗയുടെ അല്പം ചില നിബന്ധനകളാണ്. 3 നിബന്ധനകളാണ് പ്രധാനമായും ഇവിടെ പറയുന്നത്. ഒന്ന് നോക്കുക, വയുഷ്തറത്തു, നിബന്ധനയാക്കപ്പെട്ടിരിക്കുന്നു, അല്ലാ യതൂലൽ ഫസ്ലു ബൈന ലഫ്ളൈഹിമ. ഓക്കെ, ഈ 2 പദങ്ങൾക്കും ഇടയിൽ ഒരു ഫസ്ൽ നീളാതിരിക്കൽ നിബന്ധനയാണ്. അതായത് ഒരാൾ എന്ത് പറഞ്ഞതിന് ശേഷം ബിഅ്തുക എന്ന് പറഞ്ഞതിന് ശേഷം കുറേ സമയം കഴിഞ്ഞിട്ടാണ് മറ്റേയാളെ ഖബിൽതു എന്ന് പറയുന്നത് എങ്കിൽ അത് ശരിയാകുന്നതല്ല. ഇനി രണ്ടാമത്തത് വലാ യതഖല്ലലഹുമാ കലാമുൻ അജ്നബിയുൻ അനിൽ അഖദി, ഇവിടെയുള്ള ഇടപാടിനെ തൊട്ട് അജ്നബിയായിട്ടുള്ള മറ്റൊരു സംസാരം ഈ ഈജാബിൻ്റെയും ഖബൂലിൻ്റെയും ഇടയിൽ വരാതിരിക്കലും നിബന്ധനയാണ്. ഓക്കെ, അപ്പോൾ ഫഇൻ ത്വാല ഔ തഖല്ലല ലം യൻഅഖിദ്, ഇങ്ങനെ ഫസ്ൽ നീണ്ടുപോയാൽ അല്ലെങ്കിൽ ഈജാബിൻ്റെയും ഖബൂലിൻ്റെയും ഇടയിൽ അജ്നബിയായിട്ടുള്ള മറ്റൊരു കലാമ് വന്നാൽ ലം യൻഅഖിദ്, അവിടെ ആ ബൈഅ ശരിയാകുന്നതല്ല. കദാഫിർ റൗളത്തി കഅസ്ലിഹ, ഇതാണ് നബവി ഇമാമിൻ്റെ റൗളയിലും അതിൻ്റെ അസ്ലായിട്ടുള്ള ബഹുമാനപ്പെട്ട റാഫി ഇമാമിൻ്റെ ഷറഹുൽ കബീറിലും ഉള്ളത്. ഓക്കെ, ഇനി വഫി ഷറഹുൽ മുഹദ്ദബി, ഷറഹുൽ മുഹദ്ദബിൽ എന്ത് പറയുന്നുണ്ട്? ത്വവീൽ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അത്വവീലു, ത്വവീൽ എന്ന് പറഞ്ഞാൽ മാ, ഒരു കാര്യമാണ്. അശ്അറ ബിഇറാളിഹി അനിൽ ഖബൂലി, അശ്അറ അത് തോന്നിപ്പിക്കുന്നു, ബിഇറാളിഹി അനിൽ ഖബൂലി, ഖബൂലിനെ തൊട്ട് അദ്ദേഹം മുഖം തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഒരാൾ ബിഅ്തുക എന്ന് പറഞ്ഞു, പിന്നെ കുറേ സമയം ആ മുഷ്തരി മിണ്ടാതിരുന്നു. ആ മിണ്ടാതിരിക്കുന്നത് എന്ത് തോന്നിപ്പിക്കും? ഇദ്ദേഹത്തിന് ഖബൂലിന് താല്പര്യമില്ല എന്ന് തോന്നിപ്പിക്കാവുന്ന തരത്തിൽ ഇദ്ദേഹം മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ത്വവീലായിട്ടുള്ള ഫസ്ൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വലൗ തഖല്ലല കലിമത്തുൻ അജ്നബിയ്യത്തുൻ ബത്തലൽ അഖദു, അജ്നബിയായിട്ടുള്ള പദം ഇടയിൽ വരികയാണ് എങ്കിൽ അതോടുകൂടെ അഖദ് ബാത്തിലായി പോയി എന്നർത്ഥം. ഇനി അജ്നബി അല്ലാത്ത പദങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും അല്ലേ?
അജ്നബി അല്ലാത്ത പദങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ബൈഅനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ. ഒരാൾ ബിഅ്തുക എന്ന് പറഞ്ഞു, അപ്പോൾ മറ്റേയാൾ എന്ത് പറയാണ്, ഞാൻ മറ്റൊരാൾ ഈ വിഷയത്തിൽ സാക്ഷി നിർത്തട്ടെ എന്ന് പറയാണ്. ഓക്കെ, അല്ലെങ്കിൽ എനിക്കിതിൽ ഖിയാറുണ്ടാകും എന്ന് പറയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ബൈഅുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിനുശേഷമാണ് മുഷ്തരി എന്ത് പറയുന്നത്, ഖബിൽതു എന്ന് പറയുന്നത്. അങ്ങനെയായാലും ആ ബൈഅ അവിടെ ശരിയാകും. കാരണം അജ്നബിയായിട്ടുള്ള പദങ്ങളല്ല, മറിച്ച് ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അവിടെ മുഷ്തരി ഉപയോഗിച്ചിരിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ബത്തലൽ അഖ്ദു ഇൻതഹ. ഇതോടുകൂടെ ശറഹുൽ മുഹദ്ദബിലുള്ള മജ്മൂഇലുള്ള നവവി ഇമാമിൻ്റെ ഖൗൽ അവസാനിക്കുന്നു. ഓക്കെ, ഇനി ഈജാബിൻ്റെയും ഖബൂലിൻ്റെയും മറ്റൊരു നിബന്ധനയാണ്, മൂന്നാമത്തെ നിബന്ധനയാണ് വഅൻ യഖ്ബല അലാ വിഫ്ഖിൽ ഈജാബി. ഈജാബിനനുസരിച്ചു തന്നെ മറ്റേയാൾ ഖബൂൽ നടത്തേണ്ടതാണ്. അതായത് ഈജാബിൽ എന്താണോ ബായിഉ പറഞ്ഞത് അതേ രൂപത്തിൽ തന്നെയായിരിക്കണം ഖബൂലും ഉണ്ടാകേണ്ടത്. അപ്പോൾ ഫലു ഖാല, ബായിഉ പറഞ്ഞത് ബിഅ്തുക ബി അൽഫിൻ മുകസ്സറതൻ. ഓക്കെ, അതായത് പൊട്ടിപ്പൊളിഞ്ഞ 1000 ദീനാറിനാണ് ഞാനിത് വിൽക്കുന്നത്, ദീനാറിന് പകരമായിട്ടാണ് വിൽക്കുന്നത് എന്ന് പറഞ്ഞു. ഫഖാല ഖബിൽതു ബി അൽഫിൻ സഹീഹത്തൻ, സഹീഹത്തായിട്ടുള്ള 1000 രൂപയ്ക്ക് പകരമായിട്ടാണ് ഞാനിത് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലം യസിഹ, ആ ഒരു ബൈഅ അവിടെ ശരിയാകുന്നതല്ല. ഓക്കെ, വകദ അക്സുഹു, ഇപ്രകാരം തന്നെയാണ് നേരെ ഓപ്പോസിറ്റും. അതായത് ഒരാൾ സഹീഹത്ത് എന്ന് പറയുന്നു, മറ്റേയാൾ മുകസ്സറത്ത് എന്ന് പറയുന്നു, അവിടെ തവാഫുഖ് ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് അവിടെ ശരിയല്ല എന്നർത്ഥം. ഇനി വലൗ ഖാല ബിഅ്തുക ഹാദാ ബി അൽഫിൻ ഫഖാല ഖബിൽതു നിസ്ഫഹു ബി 500 ലം യസിഹ. ഒരാൾ പറയാണ് ഞാനിതിന് എനിക്ക് വിൽക്കുന്നത് 1000 രൂപക്കാണ് എന്ന്, എന്നാൽ മറ്റേയാൾ പറയുന്നത് എനിക്കതിൻ്റെ പകുതി 500 രൂപക്കായിട്ട് ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ആ ബൈഅം ശരിയാകുന്നതല്ല. കാരണം രണ്ടുപേരും പറയുന്നതിൽ വ്യത്യാസമുണ്ട്. ഇനി വലൗ ഖാല വനിസ്ഫഹു ബി 500, ഇനി ഈ മുഷ്തരി എന്താണ് പറയുന്നത്, 500 രൂപക്ക് പകുതിയും മറ്റൊരു 500 രൂപക്ക് മറ്റേ പകുതിയും എന്നാണ് പറയുന്നത് എങ്കിലോ ഖാലൽ മുതവല്ലിയു യസിഹു, ഇങ്ങനെയാണ് എങ്കിൽ ആ ബൈഅ ശരിയാകും എന്നാണ് മുതവല്ലി ഇമാം പറയുന്നത്. എന്നാൽ വനളറ ഫീഹി റാഫിഇയു, എന്നാൽ റാഫിഇ ഇമാമിന് ഈ മസ്അലയിൽ ഈ ഹുക്മിൽ ഒരു നളറുണ്ട്, ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബി അന്നഹു അദ്ദദ സഫഖത, കാരണം ഇവിടെ മുഷ്തരി എന്ത് ചെയ്യുന്നുണ്ട്, സഫഖത്ത് എന്ന് പറഞ്ഞാൽ കച്ചവടം എന്നാണ് അർത്ഥം, കച്ചവടത്തെ എണ്ണമാക്കിയിരിക്കുന്നു. അതായത് ബായിഅ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരൊറ്റ കച്ചവടമാണ്, 1000 രൂപയ്ക്ക് ഒരു സാധനം എന്നാണ്. എന്നാൽ ഇവിടെ മുഷ്തരി എന്ത് ചെയ്യുന്നു, 500 രൂപയ്ക്ക് പകുതി എന്നുള്ള ഒരു കച്ചവടവും 500 രൂപയ്ക്ക് മറ്റു പകുതിയും എന്നുള്ള മറ്റൊരു കച്ചവടവും 2 കച്ചവടമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ശരിയാകൂല എന്നാണ് റാഫിഇ ഇമാം പറയുന്നത്. ഓക്കെ, ഇനി ഖാല ഫി ശറഹിൽ മുഹദ്ദബി, മജ്മൂഇൽ ബഹുമാനപ്പെട്ട നവവി ഇമാം പറയുന്നു ലാകിന്ന ളാഹിറ അസ്സിഹ്ഹത്തു. ഓക്കെ, എന്നാൽ ഇവിടെ പ്രകടമായിട്ടുള്ള കാര്യം എന്താണ്, സ്വഹീഹാകും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഖാല ഫീഹി, പിന്നെയും അതിൽ നവവി ഇമാം പറയുന്നു, ശറഹുൽ മുഹദ്ദബിൽ പറയുന്നു വല്ലാഹിറു, ലാഹിറായിട്ടുള്ള അഭിപ്രായം ഫസാദുൽ അഖദി ഫീമാ ഇദാ ഖബില ബി അൽഫിൻ വ 500. ഓക്കെ, ബായിഅ പറയുന്നത് എന്താ, 1000 രൂപയ്ക്ക് ഞാനിത് വിറ്റുവെന്നാണ്. എന്നാൽ മുഷ്തരി പറയുന്നത് 1500 രൂപയ്ക്ക് ഞാനിത് സ്വീകരിച്ചുവെന്നാണെങ്കിൽ അവിടെയുള്ള അഖദ് ഫാസിദാണ് എന്നുള്ളതാണ് പ്രബല അഭിപ്രായം എന്നാണ് ആര് പറയുന്നത്, നവവി ഇമാം പറയുന്നത്. ഖിലാഫ ഖൗലിൽ ഖഫാലി ബി സിഹ്ഹതിഹി, എന്നാൽ ഖഫാലി ഇമാം പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, ഇങ്ങനെ പറഞ്ഞാലും അത് ശരിയാകും എന്നുള്ളതാണ്. ബായിഅ 1000 രൂപക്കെന്ന് പറയുന്നു, മുഷ്തരി 1500 രൂപക്ക് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ആ ബൈഅ ശരിയാകും എന്നാണ് ഖഫാൽ റഹ്മഹുല്ല പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നവവി ഇമാം ശറഹുൽ മുഹദ്ദബിൽ പറയുന്നത് എന്നർത്ഥം. ഇൻതഹ. എന്നാൽ വനബ്ബഹൽ ഇമാമു, എന്നാൽ ഇമാമുൽ ഹറമൈനി തങ്ങൾ ഈ ഖഫാൽ റഹ്മഹുല്ലയുടെ അഭിപ്രായത്തെക്കുറിച്ചാണ് പറയുന്നത്. വനബ്ബഹൽ ഇമാമു, ഇമാമുൽ ഹറമൈനി തങ്ങൾ ഉണർത്തിയിരിക്കുന്നു അലാ അന്നഹു, തീർച്ചയായിട്ടും കാര്യം ലാ യൽസമുഹു ഇൻദഹു ഇല്ലാ അൽഫുൻ, ലാ യൽസമുഹു, ആ മുഷ്തരിക്ക് നിർബന്ധമാവുകയില്ല, ഇൻദഹു ഖഫാൽ റഹ്മഹുല്ലയുടെ അടുക്കലും ഇല്ലാ അൽഫുൻ, 1000 രൂപയല്ലാതെ. അപ്പോൾ ഒരു മുഷ്തരി 1500 രൂപയ്ക്ക് എന്ന് പറഞ്ഞാലും വേണ്ടില്ല, ഖഫാൽ റഹ്മഹുല്ല അത് ശരിയാണെന്ന് പറഞ്ഞല്ലോ. എന്നിരുന്നാലും 1000 രൂപ മാത്രം ആര് നൽകിയാൽ മതി, മുഷ്തരി നൽകിയാൽ മതി. കാരണം അതിനാണല്ലോ ബായിഅ ഇവിടെ വിട്ടിട്ടുള്ളത്. ഓക്കെ, ഏതായാലും നമ്മൾ ഇതുവരെ ബൈഇൻ്റെ സ്വരീഹായിട്ടുള്ള പദവും
കിനായത്തായിട്ടുള്ള പദവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നുള്ളതുപോലെ സീഗയിൽ പരിഗണിക്കേണ്ട 3 നിബന്ധനകളും പറഞ്ഞു. ഇതല്ലാത്ത 2 നിബന്ധനകൾ കൂടിയുണ്ട്. അതൊന്ന് നോക്കുക. ഒന്ന് തഅലീഖ് ചെയ്യുക എന്നുള്ളതാണ്. തഅലീഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നാൽ ഇന്ന കാര്യമുണ്ടായാൽ ഞാൻ നിനക്ക് വിറ്റു, അടുത്ത റമദാൻ മാസമായാൽ ഞാൻ നിനക്ക് വിറ്റു എന്ന് പോലത്തെ പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ മറ്റേതൊന്ന് തഅഖീത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. തഅഖീത്ത് എന്ന് പറഞ്ഞാൽ ഈ വിൽപ്പനയ്ക്ക് ഒരു പ്രത്യേക കാലം വെക്കുക. ഉദാഹരണത്തിന് 1 മാസത്തേക്ക് ഞാൻ നിനക്ക് വിറ്റു, അത് കഴിഞ്ഞാൽ എനിക്ക് നൽകണം, അല്ലെങ്കിൽ 1 വർഷത്തേക്ക് ഞാൻ നിനക്ക് വിറ്റു പോലത്തെ തഅഖീത്ത് വെക്കാനും പാടില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഈജാബിൻ്റെയും ഖബൂലിൻ്റെയും ഇവിടെ മനസ്സിലാക്കണം. ഏതായിരുന്നാലും നമ്മൾ ഇതുവരെ പദങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി പദങ്ങൾ ഉച്ചരിക്കാൻ കഴിയാത്ത, നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത ആളാണ് എങ്കിൽ അദ്ദേഹം ഇഷാറത്ത് കാണിക്കുകയാണ്, ആംഗ്യത്തിലൂടെ ബൈഅ നടത്തുകയാണ് വേണ്ടത് എന്നർത്ഥം. ഒന്ന് നോക്കുക. വ ഇഷാറത്തുൽ അഖ്റസി ബിൽ അഖ്ദി, ഇടപാട് കൊണ്ടുള്ള നാപ്പൊട്ടൻ്റെ, സംസാരിക്കാൻ കഴിയാത്തവൻ്റെ ആംഗ്യം കൽ ബൈഅ വൻ നിക്കാഹി. ഓക്കെ, അഖദ് എന്ന് പറഞ്ഞാൽ ബൈഅ പോലെ, നിക്കാഹ് പോലെ. അപ്പോൾ അഖ്റസിൻ്റെ ഇഷാറത്ത് കന്നുത്ഖ് ബിഹി മിൻ ഗൈരിഹി. ഓക്കെ, ഈ അഖദ് കൊണ്ട് മറ്റൊരാൾ സംസാരിക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ സാധാരണ ഒരാൾ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് അഖദ് കൊണ്ട് ഒരു അഖ്റസ് ഇഷാറത്ത് നടത്തുന്നതും. അതുകൊണ്ട് തന്നെ ഫയസിഹു ബിഹ, ആ ഇഷാറത്ത് കൊണ്ട് ഈ അഖദ് റെഡിയാകുന്നതാണ്. وسيأتي في كتاب الطلاق الاعتداد بإشارته في الحل أيضا. ഓക്കെ, ഇനി ത്വലാഖിൻ്റെ കിതാബിൽ വരുന്നുണ്ട് എന്ത്? അൽ-ഇഅ്തിദാദ് ബി ഇഷാറത്തിഹി, അഖ്റസിൻ്റെ ഇഷാറത്തിനെ പരിഗണിക്കുമെന്ന് ഫിൽ ഹല്ലി അയ്ളൻ, ഈ അഖ്ദുകൾ ഒഴിവാക്കുന്ന വിഷയത്തിലും. ഓക്കെ, അഖ്ദ് എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ ബന്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുക. ഓക്കെ, ബൈഅ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ബായിഉം മുഷ്തരിയും തമ്മിൽ ഒരു ബന്ധമുണ്ടാവുകയും സാധനം കൈമാറുകയും ചെയ്യലാണല്ലോ. നിക്കാഹ് എന്ന് പറഞ്ഞാലോ ഒരു ആണും ഒരു സ്ത്രീയും, ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടൽ, അത് ജായിസാകുന്ന രൂപമാണ് നിക്കാഹ് എന്നുള്ളത്. ഹല്ല് എന്ന് പറഞ്ഞാൽ ഈ ബന്ധങ്ങളെ ഒഴിവാക്കുന്നതിനെ കുറിച്ചാണ് പറയാം. ഓക്കെ, അതായത് നിക്കാഹാകുമ്പോൾ ത്വലാഖ് എന്നുള്ളത് നിക്കാഹിനെ ഹല്ല് ചെയ്യുന്നതാണ് അല്ലേ, ആ സ്ത്രീയെയും പുരുഷനെയും തമ്മിൽ വേർതിരിക്കലാണ്. ഇനി അടിമ ഉടമ ബന്ധമാണെങ്കിലോ, അടിമ ഉടമ ബന്ധം, ആ ബന്ധമുണ്ടാകുന്നത് ബൈഅയിലൂടെയാണ് അല്ലേ. ഒരു ഉടമ ആരെ വാങ്ങുന്നു? ഒരു അടിമയെ വാങ്ങുന്നു. ആ ബൈഅയിലൂടെ അവർ തമ്മിലുള്ള അഖദ് നടക്കുന്നു. ഇനി അവിടെ ഹല്ലാകുന്നത് എങ്ങനെയാണ്? ഈ ഉടമ അവന് ഇഅ്തിഖ് ചൊല്ലുമ്പോഴാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ത്വലാഖ്, ഇഅ്തിഖ് പോലത്തെ ഹല്ലിൻ്റെ വിഷയത്തിലും ഈ അഖ്റസിൻ്റെ ഇഷാറത്ത് പരിഗണിക്കപ്പെടും. ആ ഉടമ ആരാണ് എങ്കിൽ, ആ ഉടമ നാപ്പൊട്ടനാണ് എങ്കിൽ, ഒരു ഭർത്താവ് സംസാരിക്കാൻ കഴിയാത്തവനാണ് എങ്കിൽ അവൻ ഇഷാറത്ത് കാണിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാവുന്നതാണ്? തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലാം, തൻ്റെ അടിമയെ മോചിപ്പിക്കാവുന്നതാണ്. അതാണ് അൽ-ഇഅ്തിദാദ് ബി ഇഷാറത്തിഹി ഫിൽ ഹല്ലി അയ്ളൻ, ഏതുപോലെ ത്വലാഖി വൽ ഇഅ്താഖി, ത്വലാഖ് പോലെ മോചനം നൽകുന്നത് പോലെ എന്നർത്ഥം. വ അന്നഹു, പിന്നെയും കിതാബ് ത്വലാഖിൽ വരുന്നുണ്ട് എന്ത്? വ അന്നഹു, തീർച്ചയായിട്ടും കാര്യം, ഇൻ ഫഹിമഹൽ ഫത്നു, ആ ഇഷാറത്തിനെ മനസ്സിലാക്കുകയാണെങ്കിൽ, അൽ ഫത്നു വഗൈറുഹു, ബുദ്ധി കൂർമ്മതയുള്ള ആളും ഇല്ലാത്ത ആളും അതിനെ മനസ്സിലാക്കുകയാണ് എങ്കിൽ, അതായത് അഖ്റസായിട്ടുള്ള വ്യക്തി ഒരു ഇഷാറത്ത് കാണിച്ചു, ആ ഇഷാറത്ത് കൊണ്ട് അവൻ്റെ ഉദ്ദേശ്യം ബൈഅ തന്നെയാണ് എന്ന് ആർക്ക് കണ്ടാലും ബോധ്യപ്പെടുമെങ്കിൽ ഫസ്വരീഹത്തുൻ, ആ ഇഷാറത്തിനെ കുറിച്ചാണ് നമ്മൾ സ്വരീഹത്തായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, സ്വരീഹത്തായ ഇഷാറത്ത് എന്ന് പറയുന്നത്. അവിൽ ഫത്നു ഫഖത്ത്, ബുദ്ധി കൊണ്ട് ആലോചിച്ച് എന്ത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ? ആ ഇഷാറത്ത് ബൈഅനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ബുദ്ധി കൂർമ്മതയുള്ള ആൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂവെങ്കിൽ ഫകിനായത്തുൻ, അങ്ങനെയെങ്കിൽ ആ ഇഷാറത്ത് കിനായത്തുമാണ് എന്നർത്ഥം. ഓക്കെ.